ഹലോ, വെൽക്കം ടു മൈ ചാനൽ വിത്ത് ഡ്രീം. ഇതൊരു കുട്ടി ഷോപ്പിംഗ് വ്ലോഗാണ്. നമ്മളിടയിൽ ചില ആൾക്കാരുണ്ടാവും ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടമല്ല, ഷോപ്പിങ്ങിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. സങ്കടം വരുമ്പോൾ ഷോപ്പിങ്ങിന് പോവുക, സന്തോഷം വരുമ്പോൾ ഷോപ്പിങ്ങിന് പോവുക, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. എനിക്കും അങ്ങനെ ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. അവർക്ക് എന്തില്ല, കുറേ ഡ്രസ്സുകൾ വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ ആക്സറീസ് വാങ്ങിക്കണമെന്നൊന്നും ഉണ്ടാവില്ല. അതിനെ കാണുമ്പോൾ തന്നെ സന്തോഷമായിരിക്കും. ഈ സാധനങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഷോപ്പുകളിൽ കയറി ഇറങ്ങുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ അസീസയിലുള്ള റെഡ് ടാഗിൽ പോകാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് റെഡ് ടാഗിൻ്റെ. നമ്മൾ റൂമിൻ്റെ അടുത്ത് ബസ് സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ ആസ് യൂഷ്വൽ ബസ്സിന് തന്നെയാണ് പോണത്. സ്റ്റോപ്പ് അതിന് മുമ്പ് തന്നെയുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു, റൂമിൽ നിന്ന് 9 മണി സമയപ്പോൾ ഇറങ്ങി ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ മാത്രമുള്ളൂ ഇന്ന് ബസ്സിൽ. അവിടെ എത്തോളം നമ്മൾ 3 പേര് മാത്രമുള്ളായിരുന്നു, വേറെ ആരും അങ്ങനെ അധികം കയറിയിട്ടൊന്നുമില്ല ബസ്സിൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ബസ്സിൽ കയറിടന് ഓനിങ്ങനെ അതിൽ ഇറങ്ങി നടക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടു. നമ്മൾ ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്തു, അവിടെ എത്തി. ഒരു റോഡ് ക്രോസ് ചെയ്യാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റെഡ് ടാഗിലേക്ക്. നമ്മൾ ആദ്യം റെഡ് ടാഗിലല്ല കയറി. ഞാൻ നടക്കുന്ന സമയത്തൊരു ഷോപ്പ് കണ്ടു, ലിബാസ് അങ്ങനെ എന്തോ ഷോപ്പിൻ്റെ പേര്. നമ്മൾ എന്ത് ചെയ്തു, ആദ്യം അവിടെ കയറാമെന്ന് വിചാരിച്ചു. അവിടെ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട്. ഈ നൈറ്റ് വെയറിനൊക്കെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. നമ്മളെന്ത് ചെയ്തു, ഷോപ്പ് ജസ്റ്റ് ഒന്ന് കണ്ടു. അവിടെ ഇലൂന് എന്തോ ടീഷർട്ട് അങ്ങനത്തെ എന്തോ സാധനം എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളെ മെയിൻ ഉദ്ദേശം റെഡ് ടാഗ് ആയതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്തു, തൊട്ടടുത്ത് തന്നെ റെഡ് ടാഗ് ഉള്ളത്. റെഡ് ടാഗിൽ കയറി. വലിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു റെഡ് ടാഗിൽ. നമ്മൾ മക്കാമോളത്തെ റെഡ് ടാഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഡ്രസ്സിനായാലും ചപ്പൽസിനായാലും ആക്സസറീസിനായാലും ബാഗ്സിനായാലും ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഓഫറുകളുണ്ട്. ഓഫറുകൾ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ സെയിലായി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, എല്ലാതൊന്നും എന്ത് ചെയ്തു, നല്ല നോക്കി. ഡ്രസ്സിൻ്റെ സെക്ഷൻ നോക്കി, ചപ്പൽസിൻ്റെ സെക്ഷൻ നോക്കി, ബാഗ്സ് നോക്കി, എല്ലാം നോക്കി. പൊതുവെ എല്ലാ ഷോപ്പിലും ഗേൾസിന് നല്ല സെലക്ഷൻ ഉണ്ടാവാറുണ്ട്. ഇവിടെയും നല്ല സെലക്ഷൻ ഉണ്ട് കമ്പയർ ടു ബോയ്സിനെ വെച്ച് നോക്കുമ്പോൾ. ഇലൂനൊക്കെ ഒരു ഡ്രസ്സ് കിട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു 2 പീസ് കിട്ടുക എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർക്ക് കൂടുതൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. ഗേൾസ് നല്ല ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയറിയത് മുകളിലാണ്. അവിടെ ജെൻസിൻ്റെ സെക്ഷൻ ആയിരുന്നു. അവിടെ ഇലൂന് ആവശ്യമുള്ളതൊക്കെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തിടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് ഇറങ്ങി, ബില്ലൊക്കെ ചെയ്ത് അവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ചെറിയ കുട്ടി ഷോപ്പ് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഇലൂനൊരു കന്തൂർ എടുക്കണം എന്നുണ്ടായിരുന്നു. ഇലൂനൊരു കന്തൂർ വാങ്ങിച്ചു നമ്മൾ മദീനയിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ പിന്നെ ഇങ്ങനെ സ്പേസ് കണ്ടല്ലോ, ഒഴിഞ്ഞ സ്പേസ് കണ്ട ആൾക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളടുത്ത് നിന്ന് ഓടും. പിന്നെ നമ്മളെ കാണാണ്ടിരുന്ന തിരിച്ചു വരും, പക്ഷെ പെട്ടെന്ന് തന്നെ കണ്ടപ്പം തിരിച്ച് പിന്നെ മുന്നോട്ട് ഓടുകയാണ്. പിന്നെ എന്ത് ചെയ്തു, അവിടെ ഒരുപാട് അബായകൾ ഷോപ്പുകളുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്ത് എല്ലാ അബായ ഷോപ്പിലും കയറി. അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ട്രൈ ഒക്കെ ചെയ്തു, ഒരു അബായ എടുത്തു നമ്മൾ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റേഷൻ ഉള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ബസ്സിൽ കയറി തിരിച്ച് റൂമിൽ വന്നു. റൂമിൽ നമ്മൾ നൈറ്റ് ഫുഡ് ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്ത് ചെയ്തു, അവിടെ എത്തി ഓർഡർ കൊടുത്തു. പിന്നെ ഇലുവിൻ്റെ കയ്യിൽ ഒരു കെൻസ് എടുത്ത് കൊടുത്തു. എന്നാൽ ആൾ കുറച്ചധികം ഇരുന്നോളും വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ആളെന്ത് ചെയ്യും, ഇതിലൊക്കെ ഓടും. അൽഫാമും മന്തി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തു ഓർഡർ ചെയ്തത്. റൂമിൽ പോയി കഴിക്കാന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പാഴ്സൽ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.